ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്കും സുഖമാണ്. ഇന്ന് നല്ല തേനൂറും ജിലേബിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം ഇതിനായി ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 240 ml മെഷർമെൻറ്റ് കപ്പിലാണ് എല്ലാം മെഷർ ചെയ്തേക്കുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. തൈരില്ലെങ്കിൽ പുളിച്ച ദോശമാവോ യോഗട്ടോ നാരങ്ങ നീരോ ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ജിലേബിക്ക് ആവശ്യമായ കളർ ചേർത്ത് കൊടുക്കാം. ഞാനൊരു പിങ്ക് കളറാണ് എടുത്തേക്കുന്നത്. ക്വാളിറ്റിയുള്ള കളർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു 2 ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ജിലേബിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം, കട്ടയില്ലാതെ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഉണ്ടാവാൻ. ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര ഒന്ന് നന്നായി മെൽറ്റ് ചെയ്ത് വന്നാൽ മതിയാകും. ഒഴുന്നൂൽ പരുവൊന്നും ആവണ്ട. ഇതിപ്പോൾ നന്നായി തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ നീര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പുളിപ്പോട് കൂടിയ മധുരമാണ് ജിലേബിക്ക് എനിക്കിഷ്ടം. നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നാരങ്ങ നീരിൻ്റെ അളവ് കുറയ്ക്കാം. ഇനി നമുക്ക് ജിലേബി പൊരിച്ചെടുക്കാം. അതിനായി ഒരു പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ മാറ്റിവെച്ച ബാറ്റർ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ചൂടായ എണ്ണയിലേക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ആദ്യം 1-2 തവണ ഞാൻ ചുറ്റിച്ചപ്പോൾ ശരിയായില്ലായിരുന്നു, പിന്നെ ഇത് സെറ്റായി വന്നത്. ഇനി നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. തിരിച്ച് മറിച്ചുവിട്ട് നന്നായി ഒന്ന് പൊരിച്ചെടുക്കാം. ഇതൊരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഈ ജിലേബിയുടെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഇറച്ചി നിൽക്കുന്നൊരു കളറ്. ജിലേബി ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ചൂടോടുകൂടി തന്നെ മാറ്റി വെച്ച ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 2-3 മിനിറ്റ് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് ഷുഗർ സിറപ്പിൽ ഇട്ടേക്കാം. ഇനി ഇത് കോരി മാറ്റാം. നല്ല അടിപൊളി തേനൂറും ജിലേബി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.